നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. 4 പതിറ്റാണ്ടിന്റെ പാരമ്പര്യത്തിലും വിശ്വാസ്യതയിലും വിലക്കുറവിലും അതിനൂതന കളക്ഷനുകളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ ആമിയ ഗോൾഡ് ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക്. ഡയമണ്ട്, ടർക്കിഷ്, ആന്റിക്, കേരള ഡിസൈൻ, ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. Redefining elegance, crafted with traditional Amia Gold and Diamonds, Bypass Road, Chaman, 0494 2462 Mobile 9037 917 916. വാർത്തകൾ വിശദമായി. CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പുതിയ കാലവും യുവജനങ്ങളും എന്ന പ്രമേയത്തിൽ യുവജന സംഗമം സംഘടിപ്പിച്ചു. താനൂർ ജംഗ്ഷനിൽ നടന്ന പരിപാടി DYFI സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഇവിടെ യുവജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ തലമുറയെക്കുറിച്ച് തലമുറയിൽപ്പെട്ട പ്രത്യേകിച്ച് യുവജന സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നവരെ, വിദ്യാർത്ഥി സംഘടനകളുടെ ഭാരവാഹികളെ ഒക്കെ വിളിച്ച് സംസാരിക്കാൻ പറയുകയാണ്. ഇവിടെ നമുക്കറിയാം, യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ശ്യാം സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിൽ ഒരു എപ്പോഴും ഉണ്ട്, അത് ഏത് കാലത്തും ഉണ്ട്. നമ്മൾ DYFIയുടെയോ അല്ലെങ്കിൽ SFIയുടെയോ ഒക്കെ ഭാഗമായി പ്രവർത്തിക്കുന്ന സമയത്തും ചെറുപ്പക്കാരുടെ, യുവജനങ്ങളുടെ അവരെ കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യവും അതുകൊണ്ടൊരു ആശങ്കപ്പെടലൊക്കെ ഉണ്ട്. എല്ലാ കാലത്തും അങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷെ ഇവിടെ എന്നെ ക്ഷണിച്ച സമയത്ത് പറഞ്ഞ അനുഭവങ്ങളുണ്ട്. അത് ദുരന്തമുഖമാണ്. ഇപ്പൊ ചൂരന്മലയിലെ മുണ്ടക്കൈ നമ്മൾ അതിൽ നേരിട്ട് അതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിച്ചവരായതുകൊണ്ട് അവിടെ വന്ന ഒരു വലിയ വിഭാഗമുണ്ട് ചെറുപ്പക്കാരുടെ. നിങ്ങൾ കേട്ട് കാണും, അവിടെ ആ ചൂരന്മലയുടെ മുകളിൽ ഒരു 6 മണിക്ക് ശേഷം ഒരു 6:30 ഒക്കെ ആവുമ്പോൾ ഇരുട്ട് വീഴുന്ന സമയത്ത് സൈന്യമൊക്കെ തിരിച്ചു പോരാൻ നിൽക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ഒരു റഡാറിൽ ഒരു സിഗ്നൽ വന്ന ഒരു സമയമുണ്ട്. ഒരു മനുഷ്യജീവൻ ഉണ്ടോ അടിയിൽ എന്നൊരു സംശയം. ചാനലുകളിലെല്ലാം ഇന്ത്യൻ സൈന്യം ഇതാ ആ ഡ്രൈനേജിലേക്ക് ഇറങ്ങുന്നു എന്ന റണ്ണിംഗ് കമന്ററി പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങളത് പിന്നീട് കേൾക്കുമ്പോഴാണ് അത്ഭുതം തോന്നുന്നത്. ആ റണ്ണിംഗ് കമന്ററിയിൽ പറയുന്നു, ഇന്ത്യൻ സൈന്യം ഇതാ ആ ഡ്രൈനേജിലേക്ക് ജീവൻ പണയം വെച്ച് ഇറങ്ങുന്നു എന്ന് പറയുന്നു. റിപ്പോർട്ടർ ചാനലിനകത്ത് കൊടുങ്ങനെ അവർ മാറ്റി പറഞ്ഞു, അത് ഇന്ത്യൻ സൈന്യമല്ല, അത് DYFIയുടെ സഖാക്കളാണ്, യൂത്ത് ബ്രിഗേഡാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് വന്നു. ജില്ലാ സെക്രട്ടറി K ശ്യാംപ്രസാദ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ P സരിൻ, SFI അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ നിതീഷ് നാരായണൻ, SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ, അഡ്വക്കേറ്റ് PM ആതിര എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പുതിയ കാലവും യുവജനങ്ങളും എന്ന് പറയുമ്പോൾ അതൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ യുവജനങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ, ഈ പറയുന്ന പുതിയ കാലഘട്ടത്തിൽ ഈ യുവജനങ്ങളുടെ സ്ഥാനം എന്താണ് എന്നും അങ്ങനെ നോക്കിക്കാണുമ്പോൾ എങ്ങനെയാണ് യുവാക്കളെ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരെയൊക്കെ അടയാളപ്പെടുത്തേണ്ടത് എന്നൊക്കെയാണ്. എനിക്കൊരു വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുള്ളത്, നമുക്കതിനെ വേറെ തരത്തിൽ കാണണമെന്നാണ്. കാലത്തെ പുതുക്കുന്നത് തന്നെ ഈ യുവാക്കളും ചെറുപ്പക്കാരുമാണ്. അതുകൊണ്ട് ഈ തലക്കെട്ടിൽ ഒരു തലമുറയോ 2 തലമുറയോ മുന്നേ കടന്നുപോയവരുടെ ഒരു ആശങ്കയാണ് പങ്കുവെക്കുന്നത്. എന്ത് പുതിയ കാലവും യുവതലമുറയും എന്ന് പറയുമ്പോൾ പകരം പുതിയ കാലത്തിൻ്റെതാണ് എല്ലാ കാലഘട്ടത്തിലും അതാത് കാലഘട്ടത്തിൻ്റെത് അതാത് തലമുറകളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ തലമുറയുടെ ഈ പുതിയ കാലത്തിന്റെ എല്ലാം കൊണ്ടുവന്നതും അതുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഈ ചെറുപ്പക്കാരാണ്. ആ അർത്ഥത്തിൽ പുതിയ കാലം എന്ന് പറയുന്നത് ഈ ചെറുപ്പത്തിന്റെ കാലമാണ്. ഈ കാലഘട്ടത്തെ മനുഷ്യരുടെ തന്നെ ജീവിതവും അവരുടെ പ്രതീക്ഷകളും അവർ പുതുക്കിയെടുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. SFI ജില്ലാ സെക്രട്ടറി N ആദിൽ സ്വാഗതവും DYFI ബ്ലോക്ക് സെക്രട്ടറി V വിശാഖ നന്ദിയും പറഞ്ഞു. തുടർന്ന് സ്റ്റുഡൻസ് ട്രാപ്പ് മ്യൂസിക് ട്രൂപ്പിന്റെ നാടൻപാട്ടും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.